തൃശൂർ സുവോളജിക്കൽ പാർക്കിൽ നിന്നുള്ള ഈ ഡോക്ടർമാരടങ്ങുന്ന സംഘം നിലവിൽ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ ഈ പരിശോധന നടത്തിയിട്ടുണ്ട്. അവർ പരിശോധിച്ച് ഇപ്പോൾ മുമ്പ് എങ്ങനെയായിരുന്നു കിടന്നിരുന്നത്, അതിനോടൊപ്പം തന്നെ ഇപ്പോൾ എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആനയുടെ ഈ ചലനമില്ലാത്ത അവസ്ഥയെ സംബന്ധിച്ചും അവർ സംസാരിക്കുന്നുണ്ട്. എന്തായാലും അക്കാര്യങ്ങളിലെല്ലാം തന്നെ പരിശോധനയ്ക്ക് ശേഷം ഒരു സ്ഥിരീകരണം നൽകാമെന്നുള്ളതാണ് ഈ ഡോക്ടർമാരെല്ലാവരും തന്നെ എന്തായാലും പറയുന്നത്. ഈ ചാലക്കുടി DFOയും ഉൾപ്പെടെയുള്ള സംഘമാണ് നിലവിലിവിടെയുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആന ചെരിഞ്ഞു എന്താ പറഞ്ഞ ആന ചെരിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അതെ ആന ചെരിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ഈ ഡോക്ടർമാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് അറിയിച്ചിരിക്കുന്നത്. അക്കാര്യങ്ങൾ ഏകദേശം സ്ഥിരീകരണമായിട്ടുണ്ട്. ചെരിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഡോക്ടർമാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിരിക്കുന്നത്. അതായത് ചലനമില്ല, ആനയ്ക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ ആദ്യം ഇവിടെ എത്തിയ സമയത്തെല്ലാം തന്നെ വലിയ പ്രതീക്ഷയായിരുന്നു. ഞാൻ ഈ നിൽക്കുന്ന ഇടത്ത് അവിടെ ഒരു വഴി ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്, അതിലൂടെ ആന എഴുന്നേറ്റ് ഇപ്പോൾ ഓടിപ്പോകും എന്നുള്ളതാണ് ഞാനൊക്കെ കരുതിയിരുന്നത്. അതുകൊണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് വശങ്ങളിലേക്കൊക്കെ ഞാനും ക്യാമറമാനും ഒക്കെ മാറി നിന്നിരുന്നു. അത് വലിയൊരു പ്രതീക്ഷയോടെയാണ് ഞങ്ങളും മാറി നിന്നിരുന്നത്. ആളുകളെല്ലാവരും തന്നെ വനംവകുപ്പുകാർ പറയുന്നതനുസരിച്ച് വശങ്ങളിലേക്ക് മാറി നിന്ന് ആന ഇപ്പോൾ എഴുന്നേറ്റ് പോകുന്നത് കാണാനായി ഇവിടെ നിന്നിരുന്നു. അത് മാലിന്യക്കുഴിയിൽ വീണ ആന ചെരിഞ്ഞു എന്നുള്ള പ്രാഥമികമായ സ്ഥിരീകരണം കിട്ടുകയാണ്.